UDF സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ അടിയന്തര യോഗങ്ങൾ ചേർന്ന മന്ത്രിമാരും വകുപ്പ് മേധാവിമാരും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം 10 ദിവസത്തിനകം പുറത്തിറക്കും. ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിലാണ് യോഗം. TV പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, ഇപ്പോൾ ഒരു ധവളപത്രം വിദഗ്ധരുടെ നേതൃത്വത്തിലായിരിക്കും ആ ധവളപത്രം തയ്യാറാക്കുക എന്നാണ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നപ്പോൾ അതിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയാണോ പ്രസാദ്? സ്മൃതി, അത് തന്നെയാണ്. സർക്കാർ രൂപീകരിച്ചതിന് പിന്നാലെ അടിയന്തര പ്രാധാന്യമുള്ള മീറ്റിംഗുകൾ ആദ്യം തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതാണ്. അതായത് ധവളപത്രം പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് KM ചന്ദ്രശേഖരൻ ചെയർമാനായിട്ടുള്ള ഒരു സമിതി അത് കൃത്യമായി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട പല സാമ്പത്തിക വിദഗ്ധരും ഇതിനകത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 10 ദിവസത്തിനകം ധവളപത്രം പുറത്തിറക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വകുപ്പുകളെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉത്തരവിറക്കിയില്ലെങ്കിൽ പോലും ചില വകുപ്പുകൾ യോഗം തുടങ്ങാനുള്ള നീക്കങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിൽ പോലും കെ മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ പല വകുപ്പുകളിലും യോഗങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വകുപ്പുകൾ ഉറപ്പായ മന്ത്രിമാർ അടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.